എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ ഇന്ത്യൻ ഭരണഘടനയുടെ 14 പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് എന്നീ 2 പ്രത്യേകതകളെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ 15ാമത്തെ പ്രത്യേകതയായിട്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് എമർജൻസി പ്രൊവിഷൻസ് ആണ്. അപ്പം എന്താണ് ഈ ഒരു എമർജൻസി പ്രൊവിഷൻസ്? ഇത് എവിടെ നിന്നാണ് എടുത്തത്? ഏതൊക്കെ തരത്തിലുള്ള എമർജൻസികളാണുള്ളത്? ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയായി മാറുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ഭരണഘടന ഫെഡറൽ നേച്ചറിലുള്ളതാണ്. അത് ചില സന്ദർഭങ്ങളിൽ യൂണിറ്ററി ആയി മാറുമെന്ന്. അപ്പോൾ ഈ ഒരു ഫെഡറൽ നിന്നും യൂണിറ്ററി ആയി മാറുന്ന സാഹചര്യത്തെ നമ്മൾ ഏത് സന്ദർഭത്തിലാണ്? എമർജൻസി സാഹചര്യത്തിൽ എന്നാണ് വിളിച്ചത്. എമർജൻസി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സാഹചര്യം ഉടലെടുക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യമല്ല, പെട്ടെന്നൊരു യുദ്ധം വരികയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായി വരും. അപ്പോൾ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ വരുന്ന സാഹചര്യം, ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് എമർജൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പം നമ്മുടെ ഭരണഘടനയിൽ പലതരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു എമർജൻസി പ്രൊവിഷൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്ന് ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇത് നമ്മളെ ഭരണഘടനയുടെ സോഴ്സിൽ അതായത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു എമർജൻസി പ്രൊവിഷൻസ് എടുക്കുന്നത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു എമർജൻസി പ്രൊവിഷൻസ് നമ്മുടെ ഭരണഘടനയിൽ കൊടുക്കാനുള്ള കാരണം എന്ന് നോക്കാം. നമ്മുടെ ഭരണഘടനയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി, യൂണിറ്റി, ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി, കൂടാതെ നമ്മുടെ രാജ്യത്ത് ഡെമോക്രാറ്റിക് സിസ്റ്റം എന്നിവ കൃത്യമായിട്ട് നടന്നു പോകുന്നതിന് ഇത്തരത്തിലുള്ളൊരു പ്രൊവിഷൻ ആവശ്യമാണ്. കാരണം വിചാരിക്കുക, പെട്ടെന്നൊരു യുദ്ധം വന്നു. ഈ ഒരു യുദ്ധം വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളെ അതിനനുസരിച്ച് ക്രമീകരിക്കേണ്ടതും ഇവിടെ പണത്തിന്റെ ചെലവ് പരമാവധി കുറയ്ക്കേണ്ടതും, അപ്പൊ അതുപരമായിട്ട് ഇവിടെ പ്രക്ഷോഭങ്ങളും, അതായത് പുറത്തൊരു അക്രമം വന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അകത്തും ഒരുപാട് ഇന്റേണൽ ഡിസ്റ്റർബൻസ് വരികയാണെന്ന് തിരിച്ചോ. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യുദ്ധത്തിലാണ് നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാരും മറ്റുമൊക്കെ പോകേണ്ടതായിട്ടുള്ളത്. മറിച്ച് അതേ സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ വലിയൊരു സമരവും കലാപവും ഒക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ പട്ടാളക്കാര് 2 സ്ഥലത്തേക്കും പോകേണ്ടതായിട്ട് വരില്ലേ? അത് ഇന്ത്യയെ വീക്കൻ ചെയ്യില്ലേ? അപ്പൊ ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ, അതായത് നമ്മുടെ രാജ്യം മുഴുവൻ ശ്രദ്ധയും ഈ ഒരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ ഈ ഒരു എമർജൻസി പ്രൊവിഷൻസ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ മൊത്തം അലേർട്ടായി എന്നാണ് ഈ ഒരു എമർജൻസി പ്രൊവിഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എമർജൻസി പ്രൊവിഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് പല ഫണ്ടമെന്റൽ റൈറ്റ്സും മെല്ലെ ഇല്ലാതാവും അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 358 പ്രകാരം ഓട്ടോമാറ്റിക്കലി നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആർട്ടിക്കിൾ 19 എന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിട്ട് പോകും ഇൻ കേസ് ഓഫ് എക്സ്റ്റേണൽ അഗ്രഷൻ, അതായത് വാറോ മറ്റോ ആണെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു എമർജൻസി പ്രൊവിഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് മനസ്സിലാക്കും. അപ്പോൾ ഇപ്പോൾ ഓർത്തു വെക്കുക, എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഒരു എമർജൻസി പ്രൊവിഷൻസ് നമ്മുടെ രാജ്യത്ത് ഒരു ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമായി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ എക്സിക്യൂട്ടീവ് ഹെഡ്, അതായത് പ്രസിഡന്റിന് ആ ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് എമർജൻസി പ്രൊവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്കായിരിക്കും ഈ ഒരു എമർജൻസി പ്രൊവിഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം? അതായത് നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റിന് തന്നെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിക്കാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് നോക്കാം എത്ര തരത്തിലുള്ള എമർജൻസി, എപ്പോഴൊക്കെയാണ് നമുക്ക് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള എമർജൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയും. ഇത് ആർട്ടിക്കിൾ 352 പ്രകാരമാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതിന് ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് 3 കാരണങ്ങൾ അത് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് യുദ്ധമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ അകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മാത്രമേ നമുക്ക് യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തത് എക്സ്റ്റേണൽ അഗ്രഷൻ.
എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരു രാജ്യം യുദ്ധമല്ലാതെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറുന്ന സാഹചര്യമൊക്കെ. ഉദാഹരണത്തിന് ഈയിടെ ലഡാക്കിൽ ചൈനീസ് പട്ടാളം കടന്നു കയറിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുപോലെ ഡോക്ലാമിൽ, അരുണാചൽ പ്രദേശിലെ ഡോക്ലാമിൽ ഇതുപോലെ ചൈനീസ് പട്ടാളം മുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ തീവ്രവാദികളും മറ്റുമൊക്കെ പല പ്രാവശ്യം ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമെന്ന് പ്രസിഡന്റിന് തോന്നുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെ എമർജൻസി ആയിട്ട് പ്രഖ്യാപിക്കാവുന്നതാണ്. പിന്നെ ആംഡ് റിബലിയൻ ആണ്. അതൊരു ഇന്റേണൽ എമർജൻസിയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു കലാപം നടക്കുവാണ്, അതായത് ആയുധങ്ങളുമായിട്ട് ആൾക്കാർ തെരുവിലിറങ്ങി കലാപം നടക്കുവാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ആൾക്കാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും വേണമെങ്കിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഇതുവരെ 3 പ്രാവശ്യം നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് 1962 ചൈനയുടെ യുദ്ധത്തിന്റെ സമയത്ത്. പിന്നീട് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെ പേരിൽ, ആ ഒരു സമയത്ത്. പിന്നീട് 1975 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്റേണൽ എമർജൻസി ആയിട്ട് അതിന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത് ആംഡ് റിബലിയൻ എന്നായിരുന്നില്ല, അപ്പോൾ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം നമ്മുടെ രാജ്യത്ത് നാഷണൽ എമർജൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാഷണൽ എമർജൻസിയെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. പിന്നെയുള്ള രണ്ടാമത്തെ ഒരു എമർജൻസി പറഞ്ഞാൽ ആർട്ടിക്കിൾ 356 അതിനെയാണ് രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ പ്രസിഡന്റ്സ് റൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ചെയ്യുക? അതായത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, അതായത് അവിടുത്തെ ഭരണകൂടം കൃത്യമായിട്ട് ഭരണം നടത്തുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭ കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ഒരു മന്ത്രിസഭ രൂപം കൊള്ളുന്നില്ല. അപ്പൊ ഇത്തരത്തിലൊക്കെ സാഹചര്യത്തിൽ അവിടെ താൽക്കാലികമായിട്ട് രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഗവർണറുടെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള നിയമം ഉപയോഗിക്കുന്നത്. എന്നാൽ പല പ്രാവശ്യം നമ്മുടെ രാജ്യത്ത് ഇത് ഒരു ദുരുപയോഗിക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടി സെൻട്രൽ ഗവൺമെന്റിൽ അധികാരം വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിനോട് ആവശ്യപ്പെടും മറ്റേ സംസ്ഥാനത്ത്, ഒരു പ്രത്യേക സംസ്ഥാനത്തിലെ എതിർ പാർട്ടിയിലുള്ള ഭരണത്തെ അങ്ങ് പ്രസിഡന്റ് റൂൾ പ്രകാരം ആക്കുന്നതിന് വേണ്ടി. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇതുവരെ 125-ലധികം പ്രാവശ്യം പ്രസിഡന്റ്സ് റൂള് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് പ്രസിഡന്റ്സ് റൂൾ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ് 1951. അപ്പൊ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഒരു എമർജൻസി ഉണ്ട്, അത് ആർട്ടിക്കിൾ 360 പ്രകാരമുള്ള ഫൈനാൻഷ്യൽ എമർജൻസിയാണ്. പിന്നീട് ആർട്ടിക്കിൾ 365 ഒരു എമർജൻസി പറയുന്നുണ്ട്, പക്ഷെ അത് ആർട്ടിക്കിൾ 356 തന്നെ പെടുന്ന ഒരു എമർജൻസിയാണ്. അപ്പൊ ആർട്ടിക്കിൾ 360 പറയുന്നത് ഫൈനാൻഷ്യൽ എമർജൻസിയാണ്. ഫൈനാൻഷ്യൽ എമർജൻസി പറഞ്ഞാൽ രാജ്യം സാമ്പത്തികമായിട്ട് ഒരു ഇഷ്യൂവിൽ പെട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ കടം അല്ലെങ്കിൽ രാജ്യത്തിന്റെ വരുമാനം ഭയങ്കരമായിട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ രാജ്യത്തിന്റെ കടം ഭയങ്കരമായിട്ട് കൂടി. ഇത്തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുന്ന സമയത്ത് രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിനൊന്നും ഒന്നും സംഭവിക്കില്ല, മറിച്ച് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ചെലവുകളെല്ലാം തന്നെ ഭയങ്കര നിയന്ത്രണത്തിലായി പോകും. അതായത് എല്ലാ ആൾക്കാരുടെയും സാലറി ഒക്കെ വെട്ടിക്കുറക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഫൈനാൻഷ്യൽ എമർജൻസികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള എമർജൻസിയാണുള്ളത്. അപ്പൊ ഈ ഒരു എമർജൻസി പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയായി മാറുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയായി മാറുന്ന നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തെ അത് യൂണിറ്ററിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു എമർജൻസി പ്രൊവിഷൻ ഓരോ ആർട്ടിക്കിളിലും, അതായത് 352, 356, 360 ആർട്ടിക്കിളിലും അധികാരം സെൻട്രൽ ഗവൺമെന്റിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരം സെൻട്രൽ ഗവൺമെന്റിലേക്ക് ചുരുങ്ങുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എമർജൻസി പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത തന്നെയായിട്ട് മാറും. കാരണം എന്തെന്ന് വെച്ചാൽ ഫെഡറൽ സിസ്റ്റത്തെ യൂണിറ്ററി ആക്കി മാറ്റുന്ന ഒരു പ്രൊവിഷനാണ് ഈ ഒരു എമർജൻസി പ്രൊവിഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ ഒരു എമർജൻസി പ്രൊവിഷൻ ഓരോ ആർട്ടിക്കിളും ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു നാഷണൽ എമർജൻസി അല്ലെങ്കിൽ പ്രസിഡന്റ് റൂള് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് നിയമസഭയ്ക്ക് എന്ത് സംഭവിക്കും, ആ സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ ലോകസഭയ്ക്ക് എന്ത് സംഭവിക്കും, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്ന ഭാഗം വിശദമായിട്ട് ഇന്ത്യൻ പൊളൈറ്റിയിൽ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഓർത്തു വെക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ഈ എമർജൻസി പ്രൊവിഷൻസ് ഉണ്ട് ഭരണഘടനയിൽ. ഈ ഒരു എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഒരു സാലിയൻ ഫീച്ചറാണ്. കാരണം അത് ഫെഡറൽ സിസ്റ്റത്തെ യൂണിറ്ററി ആക്കി മാറ്റും. അപ്പോൾ ഈ ഒരു പ്രത്യേകത കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പ്രത്യേകതയുമായിട്ട് വരാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.